ഫിലോസഫിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫിയും ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫിയും. ഈ വീഡിയോയിൽ നമ്മൾ വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫി എന്താണെന്ന് വളരെ ഷോർട്ട് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ നമ്മൾ മിനിമം അറിഞ്ഞിരിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഐഡിയലിസം, റിയലിസം, പ്രാഗ്മാറ്റിസം, എക്സിസ്റ്റൻഷ്യലിസം, നാച്ചുറലിസം, മാർക്സിസം ഇവയാണ് മെയിൻ ആയിട്ടുള്ള വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫി. വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫിയിലെ ആദ്യത്തെ ഫിലോസഫിയാണ് ഐഡിയലിസം. ഐഡിയലിസത്തിന്റെ ഫൗണ്ടറാണ് പ്ലാറ്റോ. പ്ലാറ്റോയുടെ ബുക്കാണ് റിപ്പബ്ലിക്. ഓക്കെ. ഐഡിയലിസത്തിലെ ഐഡിയകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ ഐഡിയലിസം എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫിലോസഫിയാണ്. അതുപോലെ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇമ്മോർട്ടൽ ആണ്. ഐഡിയലിസത്തിൽ വേൾഡ് ഇമ്മോർട്ടൽ ആണ്. ഓക്കെ. ഗാന്ധിജി, ഓറബിന്ദോ, അതുപോലെ സ്വാമി വിവേകാനന്ദൻ ഇവരൊക്കെ ഇന്ത്യൻ ഐഡിയലിസ്റ്റിക് ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടില്, ഹേഗൽ, ഫോർബൽ, പെസ്റ്റിലോസി ഇവരെല്ലാം ഐഡിയലിസ്റ്റിക് ഫിലോസഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ. സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ഹേഗൽ, ഫോർബൽ, പെസ്റ്റിലോസി ഇവരെല്ലാം ഐഡിയലിസ്റ്റിക് ഫിലോസഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ കൊണ്ടുവന്ന ടീച്ചിങ് മെത്തേഡാണ് സോക്രട്ടിക് മെത്തേഡ്. അത് കൊണ്ടുവന്നത് സോക്രട്ടീസ് ആണ്. സോക്രട്ടിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സോക്രട്ടിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡാണ്. പ്ലാറ്റോ കൊണ്ടുവന്ന ടീച്ചിങ് മെത്തേഡാണ് ഡിസ്കഷൻ മെത്തേഡ്. ഡിസ്കഷൻ മെത്തേഡ്, കോൺവെർസേഷൻ മെത്തേഡ് പ്ലാറ്റോ കൊണ്ടുവന്നതാണ്. അരിസ്റ്റോട്ടിൽ കൊണ്ടുവന്ന മെത്തേഡാണ് ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് മെത്തേഡ്. ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് ടീച്ചിങ് മെത്തേഡ് കൊണ്ടുവന്നത് അരിസ്റ്റോട്ടിലാണ്. ഹേഗൽ കൊണ്ടുവന്ന മെത്തേഡാണ് ഇൻസ്ട്രക്ഷണൽ മോഡൽ മെത്തേഡ്. ഫോർബൽ കൊണ്ടുവന്ന മെത്തേഡാണ് പ്ലേവേ മെത്തേഡ്. പെസ്റ്റിലോസി കൊണ്ടുവന്ന മെത്തേഡാണ് പ്രാക്ടീസ് ആൻഡ് റിപ്പീറ്റേഷൻ. ഓക്കെ. നെക്സ്റ്റ് വരുന്ന വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫിയാണ് റിയലിസം. ഓക്കെ. റിയലിസത്തിന്റെ ഫൗണ്ടർ അരിസ്റ്റോട്ടിലാണ്. എക്സിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിന്റെ എക്സിസ്റ്റൻസിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഫിസിക്കൽ വേൾഡ് ആണ് അവിടെ റിയൽ. ഓക്കെ. ഫിസിക്കൽ വേൾഡ് ആണ് റിയലിസത്തില് റിയൽ എന്ന് പറയുന്നത്. ഐഡിയലിസത്തില് സ്പിരിച്വൽ വേൾഡ് ആയിരുന്നു റിയൽ. ഓക്കെ. സെൻസസ് ആർ ഗേറ്റ് വേ ഓഫ് നോളജ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് അറിവ് നേടാനുള്ള ഒരു ഗേറ്റ് വേ എന്ന് പറയുന്നത്. റിയലിസത്തിന്റെ അടിസ്ഥാനത്തിൽ എംഫസിസ് ഓൺ റിയാലിറ്റി ഇൻ ലൈഫ്, ജീവിതത്തിലെ റിയാലിറ്റിക്കാണ് റിയലിസം പ്രാധാന്യം നൽകുന്നത്. ഓക്കെ. അപ്പൊ റിയലിസത്തിന്റെ ഫൗണ്ടർ അരിസ്റ്റോട്ടിലാണ്. ഇവിടെ ഫിസിക്കൽ വേൾഡിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ. അടുത്തതായിട്ട് വരുന്ന വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫിയാണ് പ്രാഗ്മാറ്റിസം. ഓക്കെ. പ്രാഗ്മാറ്റിസത്തിന്റെ ഫൗണ്ടർ ചാൾസ് സാൻഡേഴ്സ് ആണ്. ഇവിടെ ആക്ഷൻ ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. പ്രാഗ്മാറ്റിസം പ്രാക്ടിക്കൽ എന്ന് ചിന്തിക്കുക, ആക്ഷൻ ആണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. പറയുന്നത് യൂണിവേഴ്സ് ഒരു ഡൈനാമിക് ആണ്. സിംപ്ലി എക്സ്പീരിയൻസ് ആണ് ഒരാളെ മുന്നോട്ട് നയിക്കുന്നത്. നോ അബ്സല്യൂട്ട് ഓർ അൺചേഞ്ചിങ് ട്രൂത്ത്. നമ്മള് സ്ഥിരമായിട്ടൊരു ട്രൂത്ത് ഇല്ല. എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും എന്നാണ് പ്രാഗ്മാറ്റിസത്തിൽ പറയുന്നത്. നോ അബ്സല്യൂട്ട് ആൻഡ് അൺചേഞ്ചിങ് ട്രൂത്ത്. പിന്നെ ഇത് സോഷ്യൽ ആണ്. ഇവിടെ യൂട്ടിലിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. യൂട്ടിലിറ്റിക്കാണ് പ്രാഗ്മാറ്റിസത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്ന വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫിയാണ് എക്സിസ്റ്റൻഷ്യലിസം. ഇതിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊറേൻ കീക്കോവ് ആണ്. ഇതില് പറയുന്നത് മനുഷ്യരെന്ത് ചെയ്യും? ഒരു പ്രസന്റിൽ നിന്ന് ബെറ്റർ ഫ്യൂച്ചറിലേക്ക് വേണ്ടി മാറിക്കൊണ്ടിരിക്കുന്ന പറയുന്നത്. പിന്നെ ഇതില് പ്രാധാന്യം കൊടുക്കുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ നിലനിൽപ്പാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആഹ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ സിറ്റുവേഷൻ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഡിപ്രഷൻ, ഹാപ്പിനെസ്, ആങ്സൈറ്റി തുടങ്ങിയ മെന്റൽ സിറ്റുവേഷനുകൾക്ക് എക്സിസ്റ്റൻഷ്യലിസത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് ഒരു ഇൻഡിവിജ്വലിന്റെ എക്സിസ്റ്റൻസിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ. അടുത്തായി വരുന്ന വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫിയാണ് നാച്ചുറലിസം. നാച്ചുറലിസത്തിന്റെ ഫൗണ്ടർ എമിലി സോളയാണ്. ഇവിടെ പറയുന്നത് നാച്ചറിനാണ് പ്രാധാന്യം. നാച്ചർ ആണ് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിയാലിറ്റി എന്ന് പറയുന്നത് നാച്ചർ ആണ്. നത്തിങ് ബിയോണ്ട് നാച്ചർ. നാച്ചറിന്റെ അപ്പുറത്തോട്ട് ഒന്നുമില്ല. അതുപോലെ ഇവിടെ സെൻസസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സെൽഫ് എക്സ്പീരിയൻസിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്.
നെക്സ്റ്റ് വരുന്ന വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫിയാണ് മാർക്സിസം. മാർക്സിസത്തിന്റെ ഫൗണ്ടർ കാൾ മാർക്സ് ആണ്. അതുപോലെ ഇതൊരു മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫിയാണ്. മാർക്സിസം ഒരു മെറ്റീരിയലിസ്റ്റിക് ആണ്. ഈ മാർക്സിസം ഹേഗൽ ഫിലോസഫിന്റെയും ബ്രിട്ടീഷ് എക്കണോമിക്സിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. ഹേഗൽ ഫിലോസഫിന്റെയും ബ്രിട്ടീഷ് എക്കണോമിക്സിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് മാർക്സിസം. ഇവിടെ മനുഷ്യനും മാറ്ററിനുമാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ ഇത് ഐഡിയലിസത്തിനോടുള്ള ഒരു പ്രൊട്ടസ്റ്റും കൂടെയാണ് മാർക്സിസം എന്ന് പറയുന്നത്. ഐഡിയലിസത്തിനോടുള്ള ഒരു പ്രൊട്ടസ്റ്റും കൂടിയാണ് മാർക്സിസം. ഓക്കെ. ഇപ്പം വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫീസ് ആയ ഐഡിയലിസം, റിയലിസം, പ്രാഗ്മാറ്റിസം, എക്സിസ്റ്റൻഷ്യലിസം, നാച്ചുറലിസം, മാർക്സിസം ഈ ഒരു മേഖലകളിൽ നിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം. ഓക്കെ. തികച്ചും എക്സാം പോയിന്റ് ഓഫ് വ്യൂന്ന് മാത്രം ഏറ്റവും ചുരുക്കി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും കുറഞ്ഞ പക്ഷം നമ്മള് മനസ്സിലാക്കിയിരിക്കുക.